ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് നമ്മുടെ വെക്ടർ ആർട്ടിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ട്യൂട്ടോറിയൽ ചിലപ്പോൾ ഇടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെക്ടർ ആർട്ടിൻ്റെ നമ്മൾ ഐ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഇൻഫിനിറ്റ് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ബേസിക് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതായത് ഡീപ്പായിട്ട് അതിലെ ടൂൾസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെന്താ, let's start the video. സോ ഗൈസ്, ഇവിടെ ഒരു പിക്ക് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻഫിനിറ്റ് ഡിസൈനിൽ. അതിനുശേഷം നമ്മുടെ മെയിൻ ലെയർ, ആദ്യത്തെ ഒരു എംപ്റ്റി ലെയറിൽ പെൻ ടൂൾ. ഓക്കെ, ഇവിടെ നമ്മൾ ടൂൾ സെക്ഷനിൽ പെൻ ടൂൾ വെച്ചാണ് വരയ്ക്കുന്നത്. സോ പെൻ ടൂളും പിന്നെ ബ്രഷിൽ നമ്മൾ ലേസോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കളർ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളർ, ഓക്കെ, ബ്ലാക്കിനടുത്തുള്ള ഒരു കളർ എടുക്കുകയാണ്. ബ്രഷിൽ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ബ്രഷാണ്. ഓക്കെ, ആ ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഒരു സൈഡിൽ നിന്ന് പോയിൻ്റ് ഇട്ട് തുടങ്ങാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഓരോ പോയിൻറ്റും ശ്രദ്ധിച്ച് ഇടാം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഓരോ പോയിൻറ്റും കണ്ണിൻ്റെ ഓരോ ഔട്ട്ലൈനായിട്ട് ഇടാം. ഓക്കെ, ഇവിടെ ഇടത്തെ വശത്ത് മേളിൽ ഒരു സെറ്റിങ്സ് ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഡിസ്പ്ലേ ഔട്ട്ലൈൻസ് ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ, അതായത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഓരോ പോയിൻറ്റ്സ് ഇട്ട് വയ്ക്കാം. സോ നമ്മളുടെ ഔട്ട്ലൈന് ഏകദേശം ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ പോയിൻ്റ് തിരിച്ചെടുക്കുക, അതായത് നമ്മൾ വന്ന ആ ഒരു ലാസ്റ്റ് ഇട്ട പോയിൻ്റ് ആ വഴിക്ക് തന്നെ തിരിച്ച് ഈ പോയിൻ്റ് ഇതേപോലെ തിക്നെസ് കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ലൈൻ പോലെ. നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, ആ ഒരു ഓരോ പോയിൻ്റ് നമ്മൾ എവിടെയൊക്കെ ഇട്ടോ ആ പോയിൻറ്റിൻ്റെ അടുത്ത് വെച്ച് തന്നെ അടുത്ത പോയിൻ്റ് ഇട്ട് വയ്ക്കാം. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് ജസ്റ്റ് ബാക്കിലോട്ട് പോയിട്ട് വരാം. ഓക്കെ, നമ്മുടെ കണ്ണിൻ്റെ ഔട്ട്ലൈൻ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ഔട്ട്ലൈൻസ് അത് ഓഫാക്കിയിട്ട് മറ്റേ നമ്മുടെ ഫോട്ടോ ലെയർ ഹൈഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ കാണാൻ പറ്റും. സോ നമ്മൾ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഐ സ്കിന്നിൻ്റെ ഒരു വേർതിരിവാണ്. അതായത് ഗെയിമിംഗ് വെക്ടർ ആർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ ഇത് ചെയ്താൽ മതി. അതായത് വേണമെന്നില്ല, ജസ്റ്റ് ഒരു പെർഫെക്ഷന് വേണ്ടി മാത്രം. ഓക്കെ, നമ്മുടെ ഐ സ്കിന്നും ഒരു ഐ വൈറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു സംഭവം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു ഐബോളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ബ്ലാക്ക് കളർ സംഭവമാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ടൂൾസിൽ ആർക്ക് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഓക്കെ, ടൂൾസിൽ ആർക്ക് എന്ന് പറയുന്നത് നമ്മൾ പെൻ ടൂളിൻ്റെ അടുത്ത് തന്നെ കിടപ്പുള്ള ആർക്ക് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. സോ ആ ഒരു ടൂൾ എടുക്കാം. ഞാൻ ഇവിടെ ആർക്ക് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കളർ ഇതേ സെയിം കളർ തന്നെയാണ്, ഔട്ട്ലൈൻ ഇട്ട കളറ്. നമ്മുടെ ബ്രഷും ലേസോ ബ്രഷ് തന്നെയാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ഐബോളിൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് സെലക്ഷൻ പോയിട്ട് ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ആ ഒരു സൈസ് കറക്റ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കത് കാണാം, ഇവിടെ ഐബോളിൻ്റെ കുറച്ച് ഭാഗം വെളിയിൽ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്ലൈനിൻ്റെ. സോ അതിന് വേണ്ടി നമ്മൾ ടൂൾ സെക്ഷനിൽ സെഗ്മെൻറ്റ് ടൂൾ എന്ന് പറയണം. സെക്കൻഡ് റോയിൽ സെഗ്മെൻറ്റ് ടൂൾ. അപ്പോൾ വെളിയിൽ പോയിട്ടുള്ള ഭാഗത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോസ് ആയി കിട്ടിക്കോളും. അത് സെയിം ലെയർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ജസ്റ്റ് വെളിയിൽ പോയിട്ടുള്ള ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ സോ നമ്മുടെ ഐബോൾ ആ ഒരു ഔട്ട്ലൈൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളിനി ചെയ്യുന്നത് ഐ സ്കിന്നാണ്. സോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്ഥലം ഒഴിവാക്കിയിട്ടിരുന്നത്. ഇതേ സെയിം ബ്രഷ്, സെയിം ടൂള്, കളറ്. ജസ്റ്റ് ഞാൻ ഈ കളറിൻ്റെ ലിങ്കൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇത് നമ്മൾ സെക്കൻഡ് ലെയറിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതേ സെയിം ലെയറിൽ തന്നെ നമുക്ക് ഇനിയൊരു ഇതിനൊരു ജസ്റ്റ് ഡാർക്ക് ഹൈലൈറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഇതേ കളറിൻ്റെ ജസ്റ്റ് ഒരു ഡാർക്ക് കളർ അതിനൊരു ഷെയ്ഡായിട്ട് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ ആ ഒരു ഐ സ്കിൻ ലെയറിൻ്റെ താഴെ നമുക്കൊരു ലെയർ ഓപ്പൺ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഐ വൈറ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ അകത്തുള്ളൊരു വൈറ്റ് കളർ അവിടെ ഞാൻ ഒരു ആദ്യം ലൈറ്റ് കളർ ബേസ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ആദ്യം തന്നെ ജസ്റ്റ് ഇതേപോലെ ഫുൾ അപ്ലൈ ചെയ്തുകൊണ്ട് വരാം. സോ ഞാൻ ഐ സ്കിന്നിൻ്റെയും ഔട്ട്ലൈൻ്റെയും താഴത്തെ ലെയറാണ്. ഓക്കെ, താഴത്തെ ലെയറാണ്, അതിലാണ് ഈ ഒരു ഐ വൈറ്റ് ചെയ്യുന്നത്. സോ ഇതേപോലെ ബേസ് കളർ ചെയ്യുക. ഇനി അടുത്തൊരു കളറുണ്ട്, ഡാർക്ക് കളർ. ഓക്കെ, അടുത്തൊരു ഡാർക്ക് കളർ എടുക്കുക. അപ്പോൾ ഡാർക്ക് കളർ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ഷെയ്ഡ് പോലെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കൊടുക്കുക. സോ കൊടുത്തതിന് ശേഷം നമ്മുടെ വെളിയിൽ പോകുന്ന ഭാഗങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അത് നമ്മൾ സെഗ്മെൻറ്റ് ടൂൾ വെച്ച് ചെയ്യുക, നമ്മുടെ അത് കട്ട് ചെയ്ത് കളഞ്ഞോളും. സോ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷെയ്ഡ് കൊടുക്കാം. അതിനുശേഷം സെഗ്മെൻറ്റ് ടൂൾ വെച്ച് ആ വെളിയിൽ പോയ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഡാർക്ക് കളറാണ്. ഓക്കെ, കുറച്ചും കൂടെ ഉള്ള ഡാർക്ക് കളർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അതും സെഗ്മെൻറ്റ് ടൂൾ വെച്ച് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ചെയ്ത ഡാർക്ക് ഷെയ്ഡിനൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പോയിൻറ്റിൽ ഓപ്പോസിറ്റ് താഴെ ഫുൾ കുറച്ചിട്ടിട്ടും അടുത്ത സൈഡിൽ നമ്മുടെ മെയിൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു കളർ ഡിമ്മാവാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഐബോളിൽ ഒരു കളർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ആ ഒരു ഔട്ട്ലൈൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ഗെയിം വെക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വർക്കിലൊക്കെ മെയിനായിട്ട് അത് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ചെറിയ നമ്മൾ തീം കളർ നമ്മൾ ചെയ്യുന്ന വെക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആഡ് ചെയ്യുന്ന തീം കളർ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ പർപ്പിൾ കളർ ചൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ടൂളുണ്ട്, ആ ടൂൾ സെക്ഷനിലെ ആർക്ക് ടൂൾ എടുക്കുക. അതിനുശേഷം ഈ പ്രാവശ്യം ബോൾ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ബ്രഷാണ് എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈ നമ്മൾ വരച്ച ഔട്ട്ലൈൻ്റെ മുകളിൽ കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ സൈസ് കുറച്ച് വലുതാക്കിയതിന് ശേഷം ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വരച്ച സംഭവത്തിൻ്റെ മുകളിലൊരു ഫിനിഷിങ് കിട്ടുന്നില്ല. സോ അതിനായിട്ട് ഔട്ട്ലൈന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ചെയ്ത സെയിം ലെയർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഔട്ട്ലൈന് ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ ടൂളിൽ ഔട്ട്ലൈനിൽ പോവാം. ഔട്ട്ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും, ഒരു കട്ട് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനുശേഷം ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കളറിൽ എടുക്കുക. അതിൽ ഒരു സൈഡ് ഓപ്പോസിറ്റ് കുറച്ചാണ് എടുക്കുന്നത്, അടുത്ത സൈഡിൽ നമ്മുടെ മെയിൻ കളർ പർപ്പിൾ കളർ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഐ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ലേയേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മുടെ വെക്ടറായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഐ ചെയ്യുന്ന. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ.